കഴിഞ്ഞ ദിവസം BJP കോട്ടയത്ത് ഈ ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ സമീപകാലത്തായിട്ട് നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ മതപരിവർത്തന വിഷയം, കന്യാസ്ത്രീകൾ അറസ്റ്റിലായത്, പിന്നീട് ഇവിടുന്ന് BJP നേതാക്കൾ ഇടപെടുകയും അവരെ അവിടുന്ന് നിയമമാർഗത്തിലൂടെ തന്നെ മോചിപ്പിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് BJP ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം വിപുലമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ BJPയുടെ നേതാക്കൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലാണ്, BJPയുടെ അടിസ്ഥാനം തന്നെ ആരോടുമില്ല പ്രീണനം, എല്ലാവരോടും തുല്യനീതി എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലേക്കും ചെന്നെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ കവിഞ്ഞ യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ BJPക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്നത് പോലൊരു ക്രൈസ്തവ പിന്തുണ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള പരിപാടികളാണോ സംഘടിപ്പിക്കേണ്ടത്? എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ കാര്യം? BJPയുടെ പ്രഖ്യാപിത നയം അങ്ങ് പറഞ്ഞതുപോലെ ആരോടും ഇല്ലാ പ്രീണനം എന്നുള്ളത് തന്നെയാണ്. അത് പ്രാവർത്തികമാക്കുമ്പോൾ ചില നീക്കുപോക്കുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, നിഷേധിക്കാനാകില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അതിലെ ചില വഴിവിട്ട പോക്കുകളൊക്കെ പ്രകടമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ചില സമൂഹങ്ങൾ നമ്മളോടൊപ്പം നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമായിരിക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു സഹായത്തിൻ്റെ ശൈലി, പരസ്പര സഹായത്തിൻ്റെ ഒരു ശൈലി ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുള്ള മട്ടിലുള്ള BJPയുടെ പല നീക്കങ്ങളും സമീപകാലത്തായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിക മതനേതൃത്വത്തിനോടോ കാണിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ഒരു പ്രതിപത്തി, ഒരു സ്നേഹബുദ്ധി ക്രിസ്തീയ മതനേതൃത്വവുമായിട്ട് BJP കാണിക്കുന്നുണ്ട്. മതനേതൃത്വവുമായിട്ടാണ് ഞാൻ പറഞ്ഞത്, പൊതു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ സാർവത്രികമായിട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മതനേതൃത്വവുമായിട്ട് കാണിക്കുന്നു. വഖഫ് വിഷയത്തിൽ അതിലൊരു നീതിയുടെ വശം കൂടിയുണ്ട്. നീതിപൂർവകമായി BJP നീതി വിട്ട് പെരുമാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് കൂടിയ രീതിയിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒക്കെ വഴിവിട്ട ഒരു നീക്കം തന്നെയാണ് നടത്തിയെന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം എനിക്ക് ആ വിഷയത്തിലുണ്ട്. കാരണം എല്ലാവരോടും ഒപ്പം നിൽക്കുമ്പോൾ നീതിയുടെ പക്ഷം മറന്നു പോകാത്ത ഒരു പക്ഷമായിരിക്കണം അത്. അതിൽ നീതികേട് കാണിക്കുന്നവർ വിഷമിച്ചിട്ട് കാര്യമില്ല. നീതികേട്, അതായത് അവിടെയുള്ള തനത് ജനതയുടെ വനവാസി ജനതയുടെ സ്വത്വം, സംസ്കാരം, പാരമ്പര്യം, ദാരിദ്ര്യം ഇതിനെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സ്വത്വത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യഥാർത്ഥത്തിലുള്ള ഇരകളെ നിങ്ങൾ തള്ളിക്കളയുക എന്നുള്ള, ആ ഇരകളുടെ നീതിയെ നിങ്ങൾ തമസ്കരിക്കുക എന്നാണ്. അത് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവിടെയുള്ള വനവാസി സഹോദരന്മാർക്ക് ഇവിടെ ആരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനില്ല എന്നുള്ള ധൈര്യത്തിലാണ് BJP അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കും. കാരണം വേട്ടക്കാർ അവിടെയും ഇവിടെയും ഒരേ ആൾക്കാരായിരുന്നു. അവിടെ മതപരിവർത്തനം ചെയ്യുന്ന അതേ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെയും മതപരിവർത്തനം ചെയ്തത്. കൃത്യമായിട്ടും മതപരിവർത്തനം ചെയ്യുന്ന ആൾക്കാരെ മതപരിവർത്തനം ചെയ്യാത്ത ഗ്രൂപ്പായിട്ട് വരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായി എന്നുള്ള ഒരു ഗുരുതരാവസ്ഥ കൂടിയുണ്ട്. അവർ മതപരിവർത്തനമേ ചെയ്യാറില്ലെന്നൊക്കെ പറഞ്ഞോളാം. പക്ഷെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ച നിലപാട് തന്നെയാണ് BJP. പാർട്ടി വിത്ത് ഡിഫറൻസ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് BJPയെ പഴി ചാരാൻ സാധിക്കില്ല. ഒരിക്കലും പഴി ചാരുന്നല്ല. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ ആദർശങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. കുശുഭാവ് ഠാക്കറെജിയുടെ കാലഘട്ടത്തിലാണെന്നുകൊണ്ട് പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ആശയധാര നമ്മൾ വളരെ ഗംഭീരമായിട്ട് പ്രചരിപ്പിച്ചത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ഒരു ബദൽ രാഷ്ട്രീയം, അഴിമതി വിരുദ്ധമായിട്ടുള്ള, സ്വജനപക്ഷപാത വിരുദ്ധമായിട്ടുള്ള, മക്കൾവാദത്തിന് അതീതമായിട്ടുള്ള എന്തെന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ രാഷ്ട്രീയത്തിൽ, എന്തെന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ, ഈ മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു ബദൽ രാഷ്ട്രീയത്തെ വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്
അന്ന് കുശുഭാവ് ഠാക്കറെജി പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയും പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തെ വിളംബരം ചെയ്യുന്നതായിരുന്നു. അതെ. അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തെ വിളംബരം ചെയ്യുന്നൊരു പാർട്ടി പരമ്പരാഗതമായിട്ടുള്ള ഇതര പാർട്ടിയുടെ പ്രീണന ശൈലികളെ പിൻപറ്റിക്കൊണ്ട് മറ്റു പാർട്ടി ഞങ്ങളും ചെയ്യുന്നതിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ മറ്റു പാർട്ടിയെ പോലെ ഞങ്ങളും ചെയ്യുന്നതിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നതിൽ ചെറിയൊരു മര്യാദകളുണ്ട്. ഞങ്ങൾ വലിയ ഉന്നത മൂല്യങ്ങളൊക്കെ പറയുകയും CPM ചെയ്യുന്നതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കോൺഗ്രസ് ചെയ്യുന്നതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, രാഷ്ട്രീയത്തിലാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടേ എന്ന് പറയുന്നതിൽ ചെറിയ പെശകുണ്ട്. എന്ന് മാത്രമല്ല ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടും പറയാമായിരുന്നു കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനോട് നമുക്ക് നല്ല ബന്ധം BJPക്കുണ്ട്, കേരളത്തിലെ മത നേതൃത്വത്തിനോടും വളരെ ഇൻട്രാക്ട് ചെയ്യാവുന്ന സുഗമമായിട്ട് ഇൻട്രാക്ട് ചെയ്യാവുന്നൊരു ബന്ധം ഞങ്ങൾക്കുണ്ട്, അവർക്കുള്ള വേദന ഞങ്ങളുടെ വേദനയാണ്, ന്യായമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും അവർക്ക് സഹായങ്ങൾ ഞങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവരെ മതപരിവർത്തനം ചെയ്തിട്ടില്ല എന്നും കുറ്റവാളികളല്ല എന്നും അതോടനുബന്ധിച്ച് പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഞാൻ അത് ആവർത്തിച്ചിട്ട് അതൊന്നും ഓർമ്മിപ്പിച്ചു. അത് കോടതി പറയേണ്ടതായിരുന്നു. കാരണം ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇതെല്ലാം മുൻവിധികളോടുകൂടി അത് കൽപ്പിക്കാൻ സാധിക്കും. ശ്രീ രാജീവ് ജിയുടെ ഒരു പരിചയക്കുറവായിരിക്കാം. അത്തരത്തിൽ പ്രസിഡന്റ് തന്നെ ഈ സാധനം പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ന്യൂനപക്ഷ ഇനി അവരോട് അനുകൂലമായിട്ടുള്ള സമീപനം ചെയ്യുമ്പോൾ മറ്റാർക്കും നീതി നിഷേധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ വനവാസ സഹോദരന്മാരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ല എന്ന് വെച്ച് അവർക്ക് നീതി നിഷേധിക്കുന്നത് മര്യാദകേടാണ്. എന്തുകൊണ്ടാണ് അവിടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് ശ്രീ രാജീവ് ജി പറഞ്ഞ രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റാത്തത്? അവർക്കറിയാം എന്താ സംഭവിക്കുന്നത്, നമുക്കും അറിയാം. അപ്പോൾ ഇവിടെയുള്ള ക്രിസ്തീയ സമൂഹത്തിന് നീതി ഉറപ്പുവരുത്തണം. പക്ഷേ അത് ഹിന്ദു സമൂഹത്തിന് ദ്രോഹിച്ചുകൊണ്ടാവരുത്, ഹിന്ദു സമൂഹത്തിന് തോളെ കയറിക്കൊണ്ടാകരുത്. മറ്റുള്ളവന് ഉപദ്രവകരമാകാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് BJPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവകാശവുമുണ്ട്, പ്രവർത്തിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ആ സാധ്യതകളെ വിനിയോഗിക്കുന്ന ഒരു തെറ്റുമില്ല. എന്താ നിങ്ങളും ഇപ്പോഴെന്താ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് ശേഷം CPM ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുക, അത് കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ? ഇന്ന് വാർത്തയുണ്ട്. ഇന്ന് വാർത്തയിൽ വന്നു, ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുക, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ. അതെ, അപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. BJPക്ക് അത് ചെയ്യാം. പക്ഷേ BJP കുറച്ചുകൂടെ അവധാനത കാണിക്കേണ്ടത്. ഇത് മാത്രമല്ല ഞാൻ BJPയുടെ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്, മുന്നേ ശ്രീ AN രാധാകൃഷ്ണൻ ജി മലയാറ്റൂർ പള്ളിയിലേക്ക് ഒരു യാത്ര നടത്തി. നൂറ്റാണ്ടുകളായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ ക്ലെയിമാണത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ തന്നെ ഈ വിഷയം വളരെ കൃത്യമായിട്ടും ഒന്ന് ഉയർത്തിക്കൊണ്ടൊരു വലിയ ഒരു ചർച്ചയൊക്കെ ഉണ്ടായി വരിക. ഈ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് മാത്രമേ ഈ വിഷയം അറിഞ്ഞുള്ളൂ. പഴയ തലമുറയ്ക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ AN രാധാകൃഷ്ണൻജിക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഈ ക്രിസ്തീയ സമൂഹത്തിനോടുള്ള നമ്മുടെ അനുഭാവം, സ്നേഹബുദ്ധി പ്രകടിപ്പിക്കണമെങ്കിൽ എത്ര വഴികളുണ്ട്. ഹിന്ദുവിൻ്റെ തോളിൽ കയറിയിട്ട് ആ ചെലവിൽ തന്നെ ചെയ്യുന്നതിലുള്ള ഒരു പ്രയാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലുപരിയായിട്ട് ക്രിസ്തീയ സമൂഹത്തെ BJP സമീപിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരോടും, ആരോടും പ്രീണനം ആവശ്യമില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനം BJPക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ആ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പ്രായോഗിക രീതി അത് പലപ്പോഴും പാളിപ്പോകും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഒരു സിനാറിയോ പറയുകയാണെങ്കിൽ BJPക്ക് ഹിന്ദു സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിൽ ഈ സമീപകാലത്തിലുള്ള ഈ കോലാഹലങ്ങൾ കൊണ്ട് BJPക്ക് ഹിന്ദു സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ അവിശ്വാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദുസ്സാമർത്ഥ്യം കൊണ്ട് സംഭവിച്ചതോ പരിചയക്കുറവ് കൊണ്ടോ സംഭവിച്ചതോ അല്ല എങ്കിൽ പിന്നെ ഒരു കൂട്ടായ ചർച്ച ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതോ ഒക്കെയാണ്. പക്ഷെ ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ഉണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാവുന്നൊരു ഡാമേജ് അല്ല. എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആൻസർ ഞങ്ങളെ വിശ്വസിക്കാവുന്ന ഒറ്റ വാക്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമല്ല. അല്ല, BJP കുറേ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത തകിടം മറിക്കുന്ന ഒരു ചെറിയൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആ രീതിയിൽ ഇനിയും തിരിച്ച് വിശ്വാസത്തിലേക്ക് എടുക്കുന്ന പരിപാടികളും കൂടി BJPയുടെ ഭാഗത്ത് നിന്ന് വരാം. കയ്യിലിരിക്കുന്ന കളഞ്ഞുകൊണ്ടല്ല പുതിയതിനെ പിടിക്കാൻ വേണ്ടി പോകേണ്ടത്. അതായത് കക്ഷത്തിലിരിക്കുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉത്തരത്തിലെടുക്കാൻ വേണ്ടി പോകുന്ന പരിപാടിയാണ് ഇപ്പോഴുള്ളത്. രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം.
അവിടെ നിന്ന് ബി ജെ പിക്ക് അതിന് മിടുക്കുള്ള അഭ്യാസബലമുള്ള നേതൃത്വമുണ്ട്. സത്യത്തിൽ നല്ല അഭ്യാസബലമുള്ള നേതാക്കന്മാരുണ്ട്. കക്ഷത്തിലിരിക്കുന്ന പോകാതെ തന്നെ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ട് മെയ്വഴക്കമുള്ള നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു പോക്ക് ഗുണം ചെയ്തില്ല. അത് ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും ഇതെങ്ങനെയാണ് ഒപ്പം ഹിന്ദു സംഘടനകളെ പരിപൂർണമായിട്ട് തീർച്ചയായിട്ടും ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹിന്ദു സംഘടനകൾക്ക് ഹിന്ദു സമൂഹത്തിന് നിരവധി പരാതികളുണ്ട്. ഈ കഴിഞ്ഞ ദീർഘകാലം കേന്ദ്രഭരണത്തിൽ ബി ജെ പി ഇരുന്നിട്ട് കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ ഏതേത് ആവശ്യങ്ങൾ, അവകാശ പത്രികകൾ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോഴും കേരള ബി ജെ പി നേതൃത്വത്തിന് ഈ കാര്യങ്ങൾ പുനഃപരിശോധിക്കാവുന്നതാണ്. ആരുടെയും മേലെ കയറിക്കൊണ്ടല്ല, ഈ പറഞ്ഞ മട്ടിൽ ആരുടെയും ഒന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ന്യായമായിട്ടുള്ള ജനുവനായിട്ടുള്ള അവകാശങ്ങൾ, അടിസ്ഥാന നീതി, സാമൂഹ്യ നീതി വിഷയങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ കേന്ദ്ര സർക്കാരിന് അടക്കം അവകാശ പത്രികകളൊക്കെ സമർപ്പിച്ചിട്ടുള്ളത്. അത് ആരെയും പരിക്കേൽപ്പിക്കാതെ കൈകാര്യം ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കേരള ബി ജെ പി നേതൃത്വം അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാതെ ഗിമ്മിക്കുകൾ കാണിക്കുന്നത് കൊണ്ട് ഉണ്ടാവേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കക്ഷത്തിലിരിക്കുന്ന പോയി ഉത്തരത്തിലിരിക്കുന്ന കിട്ടാത്ത ഗതികളിലേക്കായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.